രണ്ടു കൂട്ടരും ഒരു ഭരണം കിട്ടുമെന്ന് അവകാശപ്പെടുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെ UDF-ലാണ് അവകാശവാദങ്ങൾക്ക് ഒരുപാട് പ്രചരണം കിട്ടിയെങ്കിലും പിണറായി ഇതിൻ്റെ ധൈര്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങൾ LDF ഭരണത്തിൽ വരുമെന്ന്. അപ്പോൾ LDF ഭരണത്തിൽ നിന്ന് LDF-ഉം UDF ഭരണത്തിൽ നിന്ന് UDF-ഉം ഇന്ന് പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുകയും, എന്നാൽ UDF ഭരണത്തിൽ വരുന്നു എന്നുള്ളതിനാണ് മീഡിയകളും പത്രങ്ങളും എല്ലാം കൂടുതൽ പ്രചരണം കൊടുക്കുന്നത്. പക്ഷെ അവസാനം കാത്തു സൂക്ഷിച്ചൊരു മാമ്പഴം പിണറായി അവസാനം കൊത്തിക്കൊണ്ട് പോകുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. അതിനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല. കാരണം ഇവർ തന്നെ അവകാശപ്പെടുന്നത് 100 ഇപ്പോൾ അവകാശപ്പെടുന്നില്ലല്ലോ. 10-85 ഞങ്ങൾക്ക് ഉറപ്പാണെന്നാണ് പറയുന്നത്. കാരണം ഈ പിണറായി വെറും മടനല്ല, അദ്ദേഹം പഠിച്ചിട്ടാണ് പറഞ്ഞ് 10-18ഓളം സീറ്റുകൾ ഞങ്ങൾക്ക് ഉറപ്പായിട്ട് ന്യൂനപക്ഷത്തിൽ നിന്ന് കിട്ടുമെന്നുള്ള അഭിപ്രായമൊക്കെ അദ്ദേഹം പറഞ്ഞ സ്ഥിതിക്ക് ഒരു ബഹളം വയ്ക്കുന്നില്ല. അവർ അനങ്ങാതെ നിൽക്കുന്നു. ബഹളം മുഴുവൻ ഇപ്പറയാണ്. ഭരണം കിട്ടുമെന്നുള്ള ഉറപ്പ് മാത്രമല്ല, ഭരണത്തിൻ്റെ നേതൃത്വത്തിൽ വരെ മുഖ്യമന്ത്രിയാകാനുള്ള മത്സരങ്ങൾ, ഇതെല്ലാം നിൽക്കുമ്പോഴും LDF നിഷ്ക്രിയരായിട്ട് വിജയപ്രതീക്ഷ ഉറപ്പിച്ചുകൊണ്ട് അവരിങ്ങനെ ധൈര്യമായിട്ട് നിൽക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കാത്തു സൂക്ഷിച്ചൊരു മാമ്പഴം. എന്ത് മാമ്പഴമാണ്? നല്ലൊരു ഭരണത്തിൻ്റെ മാമ്പഴം കൊണ്ട് അവസാനം പിണറായി കൊത്തിക്കൊണ്ട് പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അവർ വളരെ പഠിച്ചു പറയുന്നവരാണ്. അവരൊരുപാട് ബഹളമില്ല. അവരുള്ള കാര്യം ആദ്യം പറഞ്ഞു, പിന്നെ അതും പറഞ്ഞുള്ള തർക്കത്തിനില്ല. പക്ഷെ ഇപ്പറേ എന്താണ് ഭയങ്കര തർക്കം. ഓരോരുത്തരുടെ ഇമേജ് ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും മത്സരിച്ച് അവരുടെ ഇമേജിനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങളുടെ. അതെല്ലാം ഉപരി ഇത് കണ്ടു സഹിച്ചിട്ട് കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് ഇനി അനങ്ങിപ്പോരും പ്രചരിപ്പിച്ചു പോരും പറഞ്ഞുകൊണ്ടുള്ള താക്കീതും നിലനിൽക്കുന്ന ഈ സമയത്ത് നമുക്കിനിയെല്ലാം കാത്തിരുന്ന് കാണാം. 4-ാം തീയതി വരെ കാത്തിരിക്കാം. ഈ ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിച്ച് UDF-ലേക്ക് പോയി എന്നൊരു വിലയിരുത്തലിലേക്ക് CPM എത്തുന്നതായിട്ട് വാർത്തകളൊന്നും പുറത്തുവിടുന്നത്. അങ്ങനെ ഏകീകരണം ഉണ്ടായാൽ കേരളത്തിൽ ഇടതുപക്ഷം അധികാരത്തിൽ വരും മുഴുവനായിട്ട്. ഇപ്പം കാന്തപുരം എവിടെ പോയി? ന്യൂനപക്ഷത്തിൻ്റെ മുഴുവൻ പോയി എന്ന് പറഞ്ഞാൽ കാന്തപുരത്തിൻ്റെ വോട്ട് അങ്ങോട്ട് പോയി. കാന്തപുരമായിട്ട് അതുപോലെ മാണി കോൺഗ്രസുമായിട്ട് ജോസഫ് കമ്മീഷൻ കൗശിക് കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കി കൊടുത്തപ്പോൾ അവരിങ്ങോട്ട് പോകുന്നില്ലേ? കാന്തപുരത്തിന് അത്യാവശ്യമുള്ളതൊക്കെ കൊടുത്തില്ലേ? മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ കൊടുത്തില്ലേ? കൊടുത്ത സമയത്ത് അവരെയും സെറ്റിൽ ചെയ്തില്ലേ? അങ്ങനെ ന്യൂനപക്ഷം മുഴുവൻ അങ്ങോട്ട് പോയി എന്ന് പറഞ്ഞാൽ നമുക്ക് ആ കണക്ക് ശരിയാകുമോ എന്നെനിക്ക് തോന്നുന്നില്ല. അത് പ്രതീക്ഷിക്കുന്ന കണക്ക് അത് അസ്ഥാനത്താണ്. ന്യൂനപക്ഷത്തിൻ്റെ വോട്ട് ഇടതുപക്ഷത്തിൽ കിട്ടിയിട്ടുണ്ട്, കിട്ടും. ഈ രമേശ് ചെന്നിത്തല ഇന്നിപ്പോ ഇംഗ്ലീഷ് മാധ്യമങ്ങളിലൊക്കെ അദ്ദേഹത്തിന്റെ ഒരു പരസ്യം പോലെ ഒരു ചെയ്തിട്ടുണ്ട്. അതായത് അദ്ദേഹത്തിന്റെ സ്നേഹിക്കുന്നവരാണ് അത് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം സൈക്കിളിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ആളാണ്. എന്തുകൊണ്ടും കേരളത്തിലെ മുഖ്യമന്ത്രിയാകാൻ യോഗ്യനായിട്ടുള്ള രമേശ് ചെന്നിത്തലയാണ് രമേശ് ചെന്നിത്തല പറയുന്നു. അപ്പോഴും ഒരു ചോദ്യം ഇരിക്കുന്നു, ഇടതുപക്ഷത്തിൽ പ്രതിപക്ഷ നേതാവാകാൻ ആരാണ്? ആ ഒരു ചോദ്യം അവശേഷിക്കും. ഇടതുപക്ഷത്തിൽ പ്രതിപക്ഷ നേതാവ് ഇടതുപക്ഷം ഭരിക്കാൻ കാത്തു നിൽക്കുമ്പോൾ പിന്നെ പ്രതിപക്ഷ നേതാവാകുന്ന പ്രശ്നമേ ഇല്ലല്ലോ. പിന്നെ രമേശ് ചെറുപ്പത്തൊട്ട് തന്നെ രാഷ്ട്രീയ രംഗത്ത് വന്ന ആളാണ്, പ്രവർത്തന പാരമ്പര്യമുള്ള ആളാണ്. മന്ത്രിയായിട്ടും സംഘടനാതലത്തിലും വളരെ ഉന്നത നിലയിൽ പ്രവർത്തിച്ച് പാരമ്പര്യമുള്ള സീനിയർ മെമ്പറാണ് രമേശ് ചെന്നിത്തല. അദ്ദേഹം ഒരു മെയ്വഴക്കമുള്ള, സാത്വികനായ, വിനയമുള്ള, പക്വതയുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം ആഗ്രഹിച്ചുവെങ്കിൽ അതിന് തെറ്റില്ല. എല്ലാവർക്കും ആഗ്രഹിക്കാം. MLA ആയ എല്ലാ കോൺഗ്രസ്സുകാർക്കും ഇത് ആഗ്രഹിക്കാവുന്നതാണ്.